പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇന്ന് ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം മുതൽ ഈ സായസന്ധ്യ വരെയും അങ്ങയുടെ കരങ്ങളിലാണല്ലോ അടിയനും അടിയൻ്റെ ജീവിത പങ്കാളി, മക്കൾ, ഭവനം, കർത്താവെ, ഞങ്ങളെ 4 അയൽപക്കം, ദേശം എല്ലാം അങ്ങയുടെ കരങ്ങളിലാണല്ലോ നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ നന്ദി. കർത്താവെ, അടിയനെ കർത്താവെ ഈ ദൈവമക്കളുടെ മുമ്പിലും കർത്താവെ അങ്ങയുടെ മുമ്പിലെല്ലാം താഴ്മയോടെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അടിയുള്ള കുറവുകൾ ഒത്തിരി ഉണ്ട്. കർത്താവെ, അടിയനെ അഹന്തയുണ്ട്, കുശുമ്പുണ്ട്. കർത്താവെ, പൗശന്യമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്. കർത്താവെ, കർത്താവെ, അടിയനെ ഒത്തിരി കുറവുകളും തെറ്റുകളൊക്കെ വന്നു. കർത്താവെ, ഈ സമയം വരെ കർത്താവെ അങ്ങ് അടിയന് വേണ്ടി ഒഴുക്കിയ ആ രക്തത്താൽ കർത്താവിത അടിയൻ അങ്ങയുടെ കാൽച്ചുവട്ടിൽ ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ രക്തം കൊണ്ട് അടിയനെ തലച്ചോറ് മുതൽ ഉള്ളംകാൽ വരെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് കർത്താവെ, അങ്ങ് പറഞ്ഞല്ലോ ഹല്ലേലൂയ, അങ്ങയുടെ വചനം പറഞ്ഞല്ലോ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അതേ, പ്രൈസ് ലോർഡ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ കഴുകണമേ, അടിയനെ കഴുകണമേ, ഉള്ളിൽ അവയവങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ മക്കളുടെ മുമ്പിൽ നിൽക്കുള്ള യോഗ്യത അടിയനുണ്ടാവണമേ. കർത്താവെ, യേശുവെ നന്ദിയോടെ കർത്താവെ, താഴ്മയോടെ ഈ സമയത്തിനായി നന്ദി പറയുന്നു. എൻ്റെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവെ, ഇന്ന് ഞങ്ങളെ കൂട്ടായ്മയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വന്നുകൊണ്ടിരിക്കുന്ന മക്കളെയും വരാതിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവദാസനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പെരുമ്പാവൂർ ദേശം ഹല്ലേലൂയ കർത്താവെ ഹാള് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ കർത്താവെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഹല്ലേലൂയ, അങ്ങയുടെ മക്കള് കർത്താവെ 2-3 പേർ കൂടുമ്പോൾ ആ മധ്യം ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, മക്കളെ ഈ സമയം പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. അവരെ ജീവിത പങ്കാളി, മക്കള്, ഭവനം, ദേശമെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഈ സമയം ഏൽപ്പിക്കുന്നു. അവർ കർത്താവെ അങ്ങയെ കാണുവാനാണ് കർത്താവെ ഇന്നിവിടെ ഓടി എത്തിയിരിക്കുന്നത്. അതേ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങയുടെ മുമ്പിൽ. ഹല്ലേലൂയ. അതേ കർത്താവെ, ഞങ്ങൾ അങ്ങയെ കാണുവാനായിട്ട് ഓടി അണച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, ആ സന്തോഷം മക്കളുടെ മുഖത്ത് കാണുന്നില്ല. കർത്താവെ, അവർ വന്നത് എന്തെന്ന് പോലും അവരെ തിരിച്ചറിയുന്നില്ല. ദൈവമേ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ അങ്ങൊന്ന് പരിശോധിക്കണമേ നിൻ്റെ മക്കളെ. ഹല്ലേലൂയ. കർത്താവെ, അവരെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, അവരെ കുറവുകൾ ഹല്ലേലൂയ യേശുവേ ഇതെല്ലാം നീ ഒന്ന് പരിശോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, അവരെ പൂർണ്ണമായി വിട്ടു തന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ക്രൂശിൻ ചുവട്ടിലതാ കർത്താവെ എല്ലാ മക്കളെയും തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളടക്കം വിളിക്കുന്ന മക്കളെല്ലാം ഏൽപ്പിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ കരം കർത്താവെ ഒന്ന് നീട്ടിയാട്ടെ. ഈ സമയം കർത്താവെ അങ്ങയുടെ കരം ഒന്ന് നീട്ടിയാട്ടെ നിൻ്റെ മക്കൾ മേൽ. ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ ഇപ്പോൾ നിറങ്ങി വരണമേ. ഹല്ലേലൂയ. കർത്താവെ, നിൻ്റെ മക്കൾ ഓരോരുത്തരുമേലും നിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ കർത്താവെ, മക്കളെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറയുന്നല്ലോ. ദൈവമേ, ഈ സമയം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നമ്മളെ കാത്ത് എത്ര സമയമായി കർത്താവ് നമ്മളെ കാത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അല്ലേ കർത്താവെ, സ്തുതി. അറിയാതെ പോയി ദൈവമേ നിന്നെ ഞാൻ. ഹല്ലേലൂയ. കർത്താവെ, ഈ സമയം കർത്താവെ മക്കൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമേ, അവരൊന്ന് പരിശോധിച്ച് നല്ലതുപോലെ അവരൊന്ന് മെനയണമേ. കർത്താവെ, അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകണമേ. കർത്താവെ, അവർ പലവിധ ആവശ്യങ്ങളുമായിട്ട് കർത്താവെ വന്നിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ എല്ലാം കർത്താവെ, മക്കൾക്ക് ജോലി ഇല്ലായ്ക, മക്കൾ കർത്താവെ അവരെ മോശമായി ജീവിക്കുന്ന തരത്തിലുള്ള മക്കൾ. ഹല്ലേലൂയ. അതേ കർത്താവെ, കുടുംബമില്ലാതെ അതേ തലച്ചായ്ക്കാൻ ഇടമില്ലാത്ത മക്കൾ കർത്താവെ പലവിധ ആവശ്യങ്ങളുമായിട്ട് കർത്താവെ ഇന്ന് ഇവർ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളൊന്ന് തുറക്കാം. നമ്മളെ ഹൃദയമൊന്ന് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈ സമയം നമ്മുടെ ദൈവം കർത്താവ് ഹല്ലേലൂയ നമ്മളെ മധ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കർത്താവ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കും.
ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനിപ്പോൾ പകരണമേ. ഓരോരുത്തരെയും കർത്താവെ നീ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. കർത്താവെ, നിന്റെ പക്കലേക്ക് എല്ലാ കൈനീട്ടിയവർക്കൊക്കെ നീ അമർത്തി കൊലിക്ക് കൊടുത്ത് കവിഞ്ഞൊഴുകുന്ന വിധം കൊടുത്തില്ല കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇതാ മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് വചനം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മുട്ടുകേട്ട് ഹൃദയം തുറന്നാൽ ഞാൻ അകത്ത് കടന്നു വരാമെന്ന്. കർത്താവെ, ആ ഹൃദയം ഒന്ന് തുറക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവൊന്ന് ഇടപെടണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ 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 വന്നിരിക്കുന്ന ഓരോ മക്കളെ ഹല്ലേലൂയ ദൈവമക്കളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടോ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലായിരിക്കുമ്പോൾ അവരുടെ ജീവിത പങ്കാളി മക്കൾ ഭവനമെല്ലാം അനുഗ്രഹിക്കപ്പെടുമല്ലോ കർത്താവെ. നന്ദിയോടെ നന്ദിയോടെ അവരാവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് കൊടുക്കുമല്ലോ കർത്താവെ. ഇന്ന് മക്കൾ വന്നതുപോലെ അല്ലല്ലോ അപ്പ. ഇന്ന് അവർ തിരിച്ചു പോകേണ്ടത് അപ്പൻ്റെ കയ്യിൽ ഒത്തിരി അപ്പം കരുത്തിയിട്ടുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി. അതേ കർത്താവെ, അപ്പൻ്റെ അവകാശം മക്കൾക്കുള്ളതല്ലേ അപ്പ. ഹല്ലേലൂയ. അതേ കർത്താവെ, ഇന്ന് മക്കൾ തിരിച്ചു പോകുമ്പോൾ 30 അല്ല 60 അല്ല 100 മേനിയോളം കൊടുത്തയക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ. അവരെ സന്തോഷത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഒരു സന്തോഷത്താൽ നിറയ്ക്കണമേ. അവർ കൃപ ചൊരിയണമേ. അവരാവശ്യങ്ങൾക്ക് അധികം മേലായി സർവശക്തനായ യേശു എല്ലാത്തിനും മീതെ അധികമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയും കർത്താവെ, ഇന്ന് കർത്താവെ ആരാധന സ്തുതിയെല്ലാം നടത്തുന്ന അരങ്ങത്തുള്ള എല്ലാ മക്കളെയും ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആ വാതിലുകളൊന്ന് തുറക്കാൻ ആ വചനം കർത്താവെ, അങ്ങയുടെ ജീവനുള്ള ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഓരോരുത്തരെയും മേൽ അത് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കൾക്ക് വിടുതലും സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് വന്നതുപോലെയല്ല തിരിച്ചെന്ന് അവരെ അയക്കേണ്ടത്. കർത്താവെ, ഒത്തിരി ഒത്തിരി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവദാസനെ ഒരിക്കൽ കൂടി തന്നുകൊണ്ട് ഇന്നത്തെ കർത്താവെ പെരുമ്പാവൂർ സഭ കർത്താവെ, അതെ ഞങ്ങൾ മാസം തോറും നടത്തുന്ന കർത്താവെ 1-2 ആഴ്ചയല്ലോ കർത്താവെ അടിയെ പ്രാർത്ഥിക്കുന്നു ദൈവസഭയ്ക്ക് വേണ്ടി. അനേക മക്കളെ കൂട്ടിക്കൊണ്ട് തരുവാൻ കർത്താവെ അങ്ങയോട് അപേക്ഷിച്ചല്ലോ കർത്താവെ. അങ്ങ് കൂട്ടിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് കർത്താവെ. ഈ ഹോളം നിറഞ്ഞ് കവിഞ്ഞൊഴുകണം കർത്താവെ. അനേക മക്കളെ, ദൈവത്തെ അറിയാത്ത മക്കൾ അനേകം കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷ കർത്താവെ, അത് 30 അല്ല 60 അല്ല 100 മേനിയോളം ഹോള് കവിഞ്ഞൊഴുകുന്ന വിധം അനേക മക്കളെ തൃപ്തരായി മടങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ, ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ കർത്താവേ നിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, കർത്താവേ, ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, അവിടുന്ന് കർത്താവേ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ. പാസ്റ്ററേയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കൂട്ടായ്മയിൽ കർത്താവേ, മാസത്തിൽ കർത്താവേ 1 പ്രാവശ്യം നടക്കുന്ന കൂട്ടായ്മയിലേക്ക് കർത്താവേ അനേകം മക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവിധം കർത്താവേ നീ ഓരോ മക്കളെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ രക്ഷയുടെ നാമം, നിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. രക്ഷിക്കാൻ കഴിയാത്തത്ര കർത്താവെ നിന്റെ കരം കുറുകിപ്പോയിട്ടുള്ളല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു കർത്താവേ. കർത്താവേ, ദൈവത്തെ അറിയാത്ത ഒത്തിരി മക്കളുണ്ട് കർത്താവേ. അറിയാത്ത മക്കളിലേക്ക് കർത്താവെ നിന്റെ വചനം കടന്നു ചെന്ന് കർത്താവെ ഓരോ മക്കളെയും വിടിവിച്ച് കർത്താവെ ദൈവസഭയിലേക്ക് ആക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരുമെന്ന് നീ ചെയ്ത വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അതേ കർത്താവെ, നിന്റെ തിരുവചനം പറയുന്നുവല്ലോ കർത്താവേ, തിരുവചനത്തിൽ നിന്ന് പുള്ളി പോലും കർത്താവെ അവിടുന്ന് വിട്ടുപോകില്ല എന്ന് കർത്താവെ അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. അതേ കർത്താവെ, അന്ത്യകാലമാകുന്ന ഈ സമയത്ത് കർത്താവെ അനേകം മക്കൾ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ തക്ക വിധം കർത്താവെ അവിടുന്ന് വഴി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, വന്നിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അതിനായി ഉപയോഗിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരുവിധം ആവശ്യങ്ങളുമായാണ് കർത്താവെ, ഈ ഭൂമിയിലുള്ള ഭൗതിക ആവശ്യങ്ങളുമായാണ് കർത്താവെ നിന്റെ മുന്നിലേക്ക് കർത്താവെ നിന്റെ മക്കൾ കടന്നു വരുന്നത്. കർത്താവെ, ഭൂമിയിൽ ആവശ്യങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ എത്രയധികമായി കർത്താവെ സ്വർഗത്തിന്റെ ആവശ്യങ്ങൾ നീ
നിറവേറ്റി കൊടുക്കും കർത്താവെ. കർത്താവെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ കർത്താവെ, ഉയരങ്ങളിൽ ഉള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിന്ന്. കർത്താവെ ഇതാ ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തക്കവിധം കർത്താവെ അവന്റെ ജീവനെ കാണുവാൻ തക്കവിധം കർത്താവെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവെ ക്രൂശിൽ യാഗമായത് കർത്താവെ ഒന്ന് നോക്കുവാൻ തക്കവിധം കർത്താവെ ആത്മീയ കണ്ണുകളെ ഓരോ മക്കളുടെ മേലും കർത്താവെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ അവിടെ നിന്ന് വഴിയും സത്യവും ജീവനുമായ കർത്താവെ, കർത്താവെ യേശു വഴിയല്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് ആരും കടന്നു ചെന്നുകയില്ല എന്നുള്ള സത്യം കർത്താവെ ഓരോ മക്കളും അറിയുവാൻ തക്കവിധം കർത്താവെ അവിടുന്ന് കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ താമസിക്കുന്ന 4 വശത്തും കർത്താവെ ചുറ്റുപാടുമുള്ള അയൽവാസികളായ ഓരോ മക്കളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരും കർത്താവെ അവർ നശിച്ചു പോകാൻ ഒരിക്കലും ഇടവരരുത് കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഞങ്ങളെ ഓരോ ദേശത്ത് ആക്കി വെച്ചിട്ടുണ്ടല്ലോ കർത്താവെ, ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിടുതലയച്ച് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേ കർത്താവെ അവർ അറിയുന്നില്ല കർത്താവെ, അവർ അറിഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ അവർ മുമ്പേ വരും കർത്താവെ. നിനക്ക് വേണ്ടി അവർ കർത്താവെ ജീവൻ തരാൻ പോലെ അവർ തയ്യാറാകും കർത്താവെ. അവർ അറിയേണ്ടത് പോലെ അറിയുവാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങളെ തുറക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്താൽ ഭാരപ്പെട്ട ആശുപത്രിയിലും വീടുകളിലും കർത്താവെ ഐസിയിലും കഴിയുന്ന മക്കളുണ്ട് കർത്താവെ. കർത്താവെ നീ എവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ, അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് കർത്താവെ നിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ആ വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മക്കളെ ലജ്ജിച്ച് പോകാത്ത വിധം കർത്താവെ നിന്റെ വചനം അവരിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ മേൽ കർത്താവെ അത് സാമ്പത്തിക വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നിന്റെ തിരുവചനം കർത്താവെ എല്ലാവരും അറിഞ്ഞ് ജീവിക്കുവാൻ തക്ക വിധം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം ഓരോരുത്തരെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവമേ. ഓരോ മക്കളുടെ ആവശ്യങ്ങളെ മേലും കർത്താവെ നീ അവിടുന്ന് കൃപ ചൊരിയണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും വലുത് കർത്താവെ ഞങ്ങൾക്ക് നീ തന്നെയാണ് കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലുത് നീയാണ് കർത്താവെ. അതേ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനായ കർത്താവെ ഞങ്ങൾക്ക് സകലതിനും മതിയായോ നീയാണ് കർത്താവെ. നിന്റെ സമാധാനവും സന്തോഷവും നിന്റെ മക്കൾ അനുഭവിക്കാൻ തക്ക വിധം കർത്താവെ ഓരോ മക്കളെയും കർത്താവെ നിന്റെ സമാധാനത്തെ നിറയ്ക്കണം കർത്താവെ, നിന്റെ ആത്മാവിനാ നിറയ്ക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ നിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവെ അധികം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾ കർത്താവെ നടക്കേണ്ട വഴിയിലൂടെ നടക്കുവാൻ തക്ക വിധം കർത്താവെ അവിടെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് നടക്കുവാൻ തക്ക വിധം കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പെരുമ്പാവൂർ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൂട്ടായ്മ കർത്താവെ നടക്കുന്ന 2 മാസമായി കർത്താവെ. ഈ 2 മാസത്തിൽ കർത്താവെ അവിടുന്ന് അനേകം മക്കൾ വളർന്നു വരുവാൻ തക്ക വിധം കർത്താവെ നീ അവിടുന്ന് കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഈ ദേശത്ത് കർത്താവ് നിന്റെ വിടുതൽ അയക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ഭവനത്തിൽ വിടുതൽ അയക്കണം കർത്താവെ, ഓരോ മക്കളിലേക്ക് വിടുതൽ അയക്കണം കർത്താവെ. അത് കർത്താവെ നിനക്കേ അറിയൂ കർത്താവെ. ഞങ്ങൾ കർത്താവെ അവിടെ ചെന്ന് ഓരോ വ്യക്തികളോട് പറഞ്ഞാലും കർത്താവ് അറിയുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ കർത്താവെ നീയല്ലേ കർത്താവെ. ഓരോരുത്തരെയും പരിശോധിക്കണേ കർത്താവെ. നിന്റെ ആത്മാവിനെ അയച്ച് പരിശോധിക്കണേ കർത്താവെ. കർത്താവെ നിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നും തുറന്നും കിടക്കുന്നുണ്ടല്ലോ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവെ നീ അവരെ അടുപ്പിക്കണേ കർത്താവെ. കൊടുത്തു കർത്താവെ. ആരും നശിച്ചു പോകാൻ ഒരിക്കലും ഇടവരല്ലേ കർത്താവെ. ദൈവത്തെ അറിയാത്തവർ അറിയുവാൻ തക്ക വിധം കർത്താവെ കൃപ ചൊരിയണേ കർത്താവെ. പിന്മാറിപ്പോയ മക്കൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് കർത്താവെ ജോലിയില്ലാതെ അലയുന്ന കർത്താവെ നിന്റെ മഹിമാധനത്തിനൊത്ത വിധം കർത്താവെ, നിന്റെ കൃപയ്ക്കൊത്ത വിധം കർത്താവെ നിന്റെ മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ എല്ലാത്തിലും ഉപരിയായി കർത്താവെ ഈ ലോകത്തിലെ കാര്യമല്ല കർത്താവെ, നശിച്ചു പോകുന്ന മക്കൾ ഒത്തിരി ഉണ്ട് കർത്താവെ. അവരെ കർത്താവെ അവിടുന്ന് കർത്താവെ നീ ചെയ്ത രക്ഷ ഒന്ന് കാണുവാൻ തക്ക വിധം കർത്താവെ ഹൃദയങ്ങളെ തുറക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പല മക്കൾ ഓടുന്നു കർത്താവെ. കർത്താവെ ഈ ലോകത്തിലെ കാര്യം വേണം കർത്താവെ, വേണ്ടെന്നല്ല കർത്താവെ പറയുന്നത്. എങ്കിലും നിത്യജീവൻ ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയെ ഒന്ന് കാണുവാൻ കർത്താവെ അവരുടെ കണ്ണുകളെ തുറക്കണേ കർത്താവെ. ഏറ്റവും വലുത് കർത്താവ് തന്നെ ആയിരിക്കണമെന്ന് കർത്താവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഈ ദേശത്തിന്റെ വിടുതലയച്ച് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടായ്മയിൽ നടത്തിക്കൊണ്ടുപോകുന്ന കർത്താവ് പാസ്റ്ററേയും കർത്താവെ അതിന്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും കൂടുതൽ ആത്മീയതയിൽ വളരുവാൻ തക്ക വിധം കർത്താവെ നിന്റെ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ, ദുഷ്ടരായ നിങ്ങൾ ഞങ്ങളുടെ ദാനങ്ങൾ കർത്താവെ എത്ര നിന്റെ മക്കൾക്ക് ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
നല്ലവനായ ഞാൻ എത്രയധികം പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ തരുമെന്ന് കർത്താവേ. അതേ കർത്താവേ, അളന്ന് കർത്താവെ കവിഞ്ഞൊഴുകും വിധം കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഓരോ മക്കളുടെ മേലും പകർന്ന് കർത്താവെ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാവുന്ന തക്ക വിധം കർത്താവ് നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വന്ന ഓരോ മക്കൾക്കും പല ആവശ്യങ്ങളുണ്ട് കർത്താവെ. നീ അവരുടെ മേൽ നിന്റെ ആത്മാവിനെ ഒന്ന് പകർന്ന് കർത്താവെ അവരെ ഒന്ന് പരിശോധിക്കണേ കർത്താവെ. അവർക്ക് 30 കർത്താവെ, 60 കർത്താവെ, 100 മേനി തന്നെ കൊടുക്കണം കർത്താവെ. നിന്റെ അടുക്കൽ വന്നിട്ട് ആരും ലജ്ജിച്ചു പോയില്ല എന്ന് കർത്താവെ അവർ സകല മനുഷ്യരോടും പറയുവാൻ തക്ക വിധം കർത്താവെ നീ അവരെ കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ. അവർ അമർത്തി കുലുക്കി കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ പോലൊരു ദൈവമില്ല എന്ന് കർത്താവെ അവർ തിരിച്ചറിയണം കർത്താവെ. അനേകം മക്കളെ കർത്താവെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്ക വിധം അവരുടെ ഹൃദയങ്ങളെ കർത്താവെ നീ പണിയണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഓരോ മക്കളെയും കർത്താവെ കുശവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ പണിത് തീർക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരികിതം പോലെ ആക്കിയെടുക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ പിതാവേ, ആമേൻ. മായ പകലിൽ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. ദേവദാസൻ അനുവദിച്ചു വന്ന സമയത്തോട് വചനത്തിൽ നിന്ന് ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിന്ന് എഴുതപ്പെട്ട വചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെ തന്നെ ഇന്ന് എല്ലാവരും വെളിപ്പെട്ടിട്ടുവാൻ അസത്യം ആചരിക്കമാകുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ അയക്കുന്നത് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമോസ് 8:11 പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല അവൻ ഈ ദേശത്തിന്മേൽ നടക്കുന്നത്. അതിൽ ഹല്ലേലൂയ വചനത്തിനായുള്ള വിശപ്പ് തന്നെ ഹല്ലേലൂയ അവൻ അടക്കുന്ന നാളുകൾ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അല്പജനമാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങൾ അടക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ദേശത്തിന് മേൽ അവന്റെ ആത്മാവിന്റെ വ്യാപാരം നടത്തുമ്പോൾ ഹല്ലേലൂയ വിശപ്പിനുള്ള ഹല്ലേലൂയ അപ്പത്തിനുള്ള വിശപ്പിനായോ വെള്ളത്തിനുള്ള ദാഹത്തിനായോ ഓടിക്കൂടുന്നവരെല്ലാം ഹല്ലേലൂയ ലോകത്തിലെ വിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ ആ ജീവനുള്ള വചനങ്ങളെ കേൾക്കുവാൻ ഓടിക്കൂടുന്ന ഒരു കാലഘട്ടമാണ് കൃപായുഗ കാലഘട്ടം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനേക ലോകത്തിന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി പല മേഖലകളിൽ ശാരീരികമായും മാനസികപരമായും പല ലെവലിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് ഹല്ലേലൂയ തന്റെ രക്ഷകനായ കർത്താവായ യേശുവിനെ കാണാതെ ഈ ലോകത്തിൽ നിന്ന് സാത്താൻ എടുത്ത് മാറ്റുന്ന അനേക വ്യക്തിത്വങ്ങൾ ഈ ദേശങ്ങളിൽ നമുക്ക് സ്തോത്രം. ഇന്ന് ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാക്കളെ വേദിക്കുവാൻ ഹല്ലേലൂയ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനങ്ങൾ ജീവനുള്ള വചനങ്ങൾ കേൾക്കുവാൻ ഹല്ലേലൂയ ഓടിക്കൂടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പനിമിഷം ഈ ദേശത്തിന് വേണ്ടി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇടിവിൽ നിൽക്കുന്ന ജനത്തെ കർത്താവ് അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ആരെനിക്കായി പോകും? ആരെനിക്കായി ദേശത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിനെ ഹല്ലേലൂയ കാണിച്ചു കൊടുക്കും, തന്റെ പുത്രനെ സുവിശേഷിപ്പിക്കും. ഓ ഹല്ലേലൂയ. ഇടിവിൽ നിന്ന് നിൽക്കുക. ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ ആത്മാവിൽ നിന്ന് ആരാധിച്ചാട്ടെ. സ്തോത്രം. Blessed be the name of Jesus. Hallelujah. Glory.
ഓ ഹല്ലേലൂയ, അവന്റെ ദൂതന്മാർ ഹല്ലേലൂയ ഈ ഹോളിൽ ചുറ്റും വ്യാപരിക്കുന്നവരാകുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിന് നന്ദി. ഹല്ലേലൂയ, ദേശം മുഴുവൻ അവന്റെ സാന്നിധ്യത്താൽ ഇനിയുള്ള കാലങ്ങളിൽ അനേക മക്കൾ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. പലർക്കും ഇവിടെ കടന്നു വന്നാലുള്ള ലോകത്തിലെ ചിന്ത അപ്പം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കഴിയാതെ പോകുമോ എന്ന ചിന്തയിൽ ഭാരപ്പെട്ടിട്ടാണ് പലരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ മടിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം വിളിച്ചിട്ട് വിളി കേൾക്കാത്ത, ഹല്ലേലൂയ, ചെവി കേൾക്കാത്ത അനേക മക്കൾ ഈ ലോകത്തിൽ വ്യാപരിച്ചു കൊടുക്കുന്നു. അവർക്കായി നമുക്ക് ഈ ഹല്ലേലൂയ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളെല്ലാം ഈ ദേശത്തിൽ വ്യാപരിച്ച് അന്ധകാര ശക്തികളെ വിടുവിച്ച് ഹല്ലേലൂയ അനേക ആത്മാക്കളെ കടന്നു വരുവാൻ കാരണമായി തീരട്ടെ എന്ന് ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ ഇവിടെ നിന്ന് പറയുകയാണ്. സ്തോത്രം. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാതെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ಅಂತರ ಕಡದ ಯಾರಿಗೆ ನಡೆಸಿಯ ಹಲ್ಲೆಲೂಯ. ಜುಡಮನ ಹದುರಿಗೆ ಸಂಬಲ್ ಯಾರಿಗೆ ನಡೆಸಿಯ. ಓ ಹಲ್ಲೆಲೂಯ. ಸಾ ರಾ ರಾ ನಾ ರಾ ಯಾ ಹೋ ಅಂತರ ಸರಿಯಸೆ. യെസ്, ഹല്ലേലൂയ. അവന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ ദേശത്തിന്റെ മേൽ. ഓ പൈശാചിക ശക്തികളുടെ മേൽ ജയം നേടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ ദേശത്തിൽ വ്യാപരിക്കട്ടെ. ജുഡമന ഹദുരികൾ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീർണിച്ചു കിടക്കുന്ന ആത്മാക്കൾക്ക് ജീവൻ പ്രാപിക്കുവാൻ, ഈ ദേശത്തിന് ഹല്ലേലൂയ പുതിയ ജീവൻ പ്രാപിക്കുവാൻ, എല്ലാ ബന്ധനങ്ങളും കഴിഞ്ഞ് ആത്മാക്കളെ വിടുവിക്കുവാൻ ഒരുമിച്ച് ഹല്ലേലൂയ അല്പസമയം കൂടി കരമടിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ, അവന്റെ കരം കുടുങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചാൽ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. യെസ്, ഹല്ലേലൂയ. റോഡ റബ നബ റബ ശിലാലയ റബ റബ നബ. ഓ ജുഡക റബ നില റബ ഉഡബയ റബ റബ ശിലാലയ റബ റബ. ഓ യെസ്, അവന്റെ നാമം സ്തുതിച്ചാട്ടെ. കർത്താവായ യേശുവിന്റെ നാമം ഈ ഹോളിലും ചുറ്റു പരിസരത്തെല്ലാം വ്യാപരിക്കട്ടെ. യെസ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഹല്ലേലൂയ പ്രത്യേക ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മത്തായി 11:28 വാക്യം വായിച്ചു. Matthew chapter 11 verses 28-29. സ്തോത്രം. യെസ്, വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിവിടെ വളരെ വ്യക്തമായിട്ട് ഒരു പുതുജനനത്തിലേക്ക്, പുതിയ മക്കളിലേക്ക് വിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ചില വചനങ്ങളാണ് ഇവിടെ നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. 11-ാം അധ്യായത്തിൽ മത്തായി വളരെ മനോഹരമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ കം ടു മീ ഓൾ യു ദാറ്റ് ലേബർ ആൻഡ് ബർഡൻ ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം, സമാധാനം തരാം, സന്തോഷം തരാമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ലോകത്തിൽ ജീവിക്കുന്ന ലോകത്തിലെ മക്കൾക്ക് കഷ്ടതയുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പുത്രന്റെ അടുത്തേക്ക് വന്നാൽ, നമ്മുടെ രക്ഷകന്റെ അടുത്ത് വന്നാൽ ഇതിനെല്ലാം ഹല്ലേലൂയ മറുപടിയുണ്ട്. ഇതിനെല്ലാം സമാധാനമുണ്ട്, ഇതിനെല്ലാം ഒരു സന്തോഷമുണ്ട്, ഇതിനെല്ലാം ഒരു ദൈവിക ആനന്ദമുണ്ട്. ഒരു പുതുജീവനിൽ
ഇതെല്ലാം പകർന്നു തരുവാൻ നമ്മുടെ കർത്താവായ യേശു മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവര് എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്തോത്രം. ഈ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അധ്വാനം ലോകത്തിൻ്റെ അധ്വാനമാണ്, വലിയ വലിയ ഭാരങ്ങൾ കരിങ്കല്ല് വരുത്തുന്ന ഇടപാടാണെന്ന് ചിലർ ചിന്തിച്ചു വെക്കാറുണ്ട്. നമ്മളെല്ലാം പുറം ആൾക്കാർ. സ്തോത്രം. എന്നാൽ ഏറ്റവും കൂടുതൽ ഭാരം വെക്കുന്നവർ നമ്മുടെ യൂണിയൻ ലേബേഴ്സാണ്. NTTC, CIT അങ്ങനെയുള്ള നീലയും ചുവപ്പെടുപ്പെട്ട അവരാണ് ഏറ്റവും കൂടുതൽ ലോഡ് കണക്കിന് ദിവസം തോറും ടണ്ണ് കണക്കിന് ട്രെയിനിലുള്ള ഭാരങ്ങളൊക്കെ പൊക്കുന്ന വ്യക്തികൾ അവരാണ്. സ്തോത്രം. അവരൊന്നും അടുത്ത് വരാറില്ല. സ്തോത്രം. കാരണം അവർക്ക് ആവശ്യത്തിലെങ്കിലും പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് വിട്ട് അവന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുത്രനിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു അധ്വാനമുണ്ട്. ആ പഴയ ലോകത്തിൽ നിന്ന് വിട്ട് കടന്നു വരുവാൻ നമുക്ക് ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അത് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കരമടിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അത് എടുത്തു വെക്കുവാൻ കർത്താവ് ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭദ്രമായ ഒരു പ്ലേസ് ഉണ്ട്. സാത്താൻ എടുക്കുവാനോ അത് വീണ്ടും എടുത്തുകൊണ്ട് വരുവാനോ, പാപങ്ങളായാലും രോഗങ്ങളായാലും കെട്ടുകളായാലും ബന്ധനങ്ങളായാലും ഒന്നും എടുത്തുകൊണ്ടുവരുവാൻ പറ്റാത്ത ഒരു സുരക്ഷിതമായ സ്ഥലം കർത്താവ് ഹല്ലേലൂയ കാൽവരി ക്രൂശിന്റെ കീഴെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കടന്നുപോയവർക്കും നമുക്കും ഇനി വരുവാനുള്ളവർക്കും ഹല്ലേലൂയ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഹല്ലേലൂയ അവൻ അനേക സ്ഥലങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ ഹല്ലേലൂയ അവൻ സ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനായി ദൈവത്തെ കരമടിച്ച് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ഭാരം കൊണ്ട് നടക്കുകയാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. സ്തോത്രം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഇവിടുന്ന് ചെന്നൈക്ക് പോകുവാൻ ഒരു ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ഫ്രീ കിട്ടി. സ്തോത്രം. അദ്ദേഹം തൻ്റെ ലഗേജൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു, റെയിൽവേ സ്റ്റേഷൻ കയറി, അങ്ങനെ ആ ഫസ്റ്റ് ക്ലാസ് ക്യാബിൽ കയറി. എന്നിട്ട് ട്രെയിൻ പുറപ്പെടുന്ന സമയത്തും ആ ലഗേജ് തൻ്റെ തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ ദൈവം കൊടുത്ത എല്ലാ സുഖ സൗകര്യങ്ങളിലും അനുഭവിക്കാൻ കഴിയാതെ ആ ഭാരം തൻ്റെ ചുവലിൽ വെച്ചുകൊണ്ട് അവൻ എത്തേണ്ട സ്ഥലത്തെത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാരങ്ങളെ ഹല്ലേലൂയ നീക്കുവാൻ എടുക്കുവാൻ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നമ്മളെ ആശ്വസിപ്പിക്കാമെന്ന്, നമ്മുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനായി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഭാരങ്ങൾ ഹല്ലേലൂയ അല്പമാണെങ്കിലും അധികമാണെങ്കിലും കർത്താവിന്റെ കാൽവരി ക്രൂശിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഇവിടെ വന്നതുപോലെയല്ല, അവന്റെ ആശ്വാസം അനുഭവിച്ചിട്ടേ, അവന്റെ സന്തോഷം അനുഭവിച്ചിട്ടേ കടന്നു പോവുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എൻ്റെ മുഖം മൃദുലവും ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാകിയാൽ എൻ്റെ മുഖം മൃദുലവും ചുമട് ലഘുവുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നു മുഖം, അവന്റെ മുഖം ലഘുവാണ്. ലോകത്തിൻ്റെതോ ഹല്ലേലൂയ നിന്നെ തളർത്തി കളയുന്നതാണ്. ജീവിതഭാരത്താൽ ഹല്ലേലൂയ നീ ഓടിമറിയുമ്പോൾ സാത്താൻ പല സ്ഥലങ്ങളിലും നിന്നെ ഹല്ലേലൂയ പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും വേണ്ടിയോ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ
ഹല്ലേലൂയ അമിത ഭക്ഷണം, ഹല്ലേലൂയ മദ്യപാനം, ഹല്ലേലൂയ ഇതുപോലുള്ള ഫലങ്ങൾ, ഹല്ലേലൂയ ലോകത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം അത് വേണ്ടെന്നല്ല, ഹല്ലേലൂയ മദ്യമല്ല, ഭക്ഷണവും ഇതുപോലെ എല്ലാ ആവശ്യങ്ങളും ദൈവം നമുക്ക് നൽകും. ദൈവത്തിന്റെ മക്കൾ തരും. ഉന്നതമായ അവിടുത്തെ രാജ്യം നീതിയും അന്വേഷിച്ചാൽ ഇത് പിന്നാലെ പോന്നോളൂ. ഹല്ലേലൂയ അതാണ് വാഗ്ദാനം. അതിന്റെ മുന്നാലെ ഓടുവാനല്ല, നമ്മുടെ രക്ഷകന്റെ ഓടുകയാണെങ്കിൽ സ്തോത്രം അത് പിന്നാലെ വന്നുകൊള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ 100% നമുക്ക് സന്തോഷം വചനത്തിൽ എവിടെയും പറയുന്നില്ല. കർത്താവ് പറയുന്നു, നിന്റെ കുരിശിട്ട് ഹല്ലേലൂയ എൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവരാണ് എൻ്റെ യഥാർത്ഥ ശിശു. സ്തോത്രം. ഇന്ന് പലരും പല ജാനമന്ദിരങ്ങളിലും പല സ്ഥലങ്ങളിലും ഓടിക്കൂടുന്നത് തൻ്റെ ജീവിതത്തിലെ കുരിശുകൾ വലിച്ചെറിയുവാൻ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ യഥാർത്ഥ മർമ്മസത്യങ്ങളെ, കർത്താവ് കടന്നുപോയ കഷ്ടതകളെ ഹല്ലേലൂയ നമുക്കൊരു ചൂടായിട്ട് വെച്ചിരിക്കുന്നു. ആ പാദങ്ങൾ പിന്തുടരുവാൻ അത് തേജസ്സിലേക്കുള്ള ഒരു നടത്തമാണ്. ഹല്ലേലൂയ അല്പകാലത്ത് നാം ഹല്ലേലൂയ ഈ കഷ്ടതകളെല്ലാം അല്പകാലമാണ്, നൊടിയടിയിൽ തീർന്നു പോകുന്നതാണ്. ഹല്ലേലൂയ കണ്ണു തുറക്കുമ്പോൾ തീർന്നു പോകുന്നതാണ്. ഹല്ലേലൂയ ഈ നൊടിയട എന്ന് പറയുന്നത് ചിലപ്പോൾ 60, 70, 80. സംഗീതകാരൻ പറയുന്നത് 60 ഏറിയാൽ ഹല്ലേലൂയ 80 വർഷം, 70, 80 വർഷം. സ്തോത്രം. ഇത് നൊടിയടെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പ്രായത്തിൽ നമ്മൾ പിന്നിലേക്കൊന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്ട് ഇന്നലെ കഴിഞ്ഞത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇനിയുള്ളത് കർത്താവിലേക്ക് നോക്കിയാൽ ഇത് നൊടിയടിയിലായി തീരും. നമ്മുടെ ജീവിതം നൊടിയടയിൽ ഹല്ലേലൂയ എത്ര കഷ്ടതയാണെങ്കിലും, നൊടിയടയിൽ എത്ര ഭാരമാണെങ്കിലും, നൊടിയടയിൽ എത്ര പ്രയാസമാണെങ്കിലും, നൊടിയടയിൽ ഹല്ലേലൂയ നിങ്ങൾ കഷ്ടതയുടെ ഹല്ലേലൂയ ഏത് വഴിയിൽ കൂടി നടന്നാലും അതെല്ലാം നൊടിയടയിൽ തീരത്തക്ക രീതിയിൽ കർത്താവ് അവിടുന്ന് വചനമഴച്ച് ഇന്ന് പകൽക്കാലിൽ ഹല്ലേലൂയ നിങ്ങൾ എല്ലാവരും സൗഖ്യം നടത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷം പകരുക. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. അവന്റെ രാജ്യത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ വെറുതെ വിളിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ പല വീട്ടിൽ പോയി വിളിക്കുമ്പോൾ പല വിദ്വാൻമാർ, അതായത് വലിയ ബംഗ്ലാവിലുള്ള ചില ബന്ധുക്കാരുണ്ട്, അവർ വീട്ടിലേക്ക് പോയി സുവിശേഷം പറയുമ്പോൾ ഇവനൊരു ദരിദ്രവാസി കടന്നു വന്നേക്കാൻ, കഞ്ഞി കുടിക്കാനില്ല, വെള്ളവുമില്ല, അങ്ങനെയാണ് ധാരണ അവർ. സ്തോത്രം. അവർക്ക് 5 നേരം തിന്നാൽ സന്തോഷമായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ മണ്ണിനോട് മണ്ണായി പോകുന്ന സംഭവത്തിലാണ് ഇത്രയും താല്പര്യം. നിത്യത, എവർലാസ്റ്റിംഗ് ലൈഫ്, അതവർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത രീതിയിൽ സാത്താൻ ഹൃദയങ്ങളെ കഠിനമാക്കി വെച്ചിരിക്കുക. ഇന്ന് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പൊട്ടാത്ത ആ കഠിന ഹൃദയങ്ങളെല്ലാം പൊട്ടി ഹല്ലേലൂയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ഈ ദേശക്കാർ ഹല്ലേലൂയ കടന്നു വരുന്ന കാലഘട്ടമാണ്. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഓ യെസ് യെസ് അന്തൽ ഹരിയസേ. ഓ റബ റബ റബ. യെസ് അവന്റെ സമാധാനം, അവന്റെ സന്തോഷം ഓ ആത്മാവിനോട് വ്യാപരിക്കട്ടെ, എനിക്ക് ചുരുക്കമായി ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. യെസ് യെസ് ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തരാണ്. സ്തോത്രം. മത്തായി 2-ാം അധ്യായത്തിൽ ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദയിൽ ബെത്ലഹേമിൽ ജനിച്ചു. സ്തോത്രം. നടക്കുവാൻ പോലും കഴിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ, നമ്മുടെ രക്ഷകനായി പിറന്നു വീണപ്പോൾ തന്നെ സാത്താൻ ഹല്ലേലൂയ അവൻ ഓടിക്കുവാൻ തയ്യാറെടുക്കുക. ഹല്ലേലൂയ. ഹെരോദാവ് രാജാവിലൂടെ അവൻ ആ ദേശം വിടുവിക്കുവാൻ, ആ ദേശത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ദൂതന്മാരുടെ സഹായത്താൽ അവനെ അവിടെ നിന്ന് നീക്കുവാൻ, ആ നടക്കാത്ത കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റപ്പെടുവാൻ കാരണമായി ഈജിപ്തിലേക്ക് കടന്നു പോവുക.
സ്തോത്രം. ജനിച്ചു വീണ നാളിൽ തന്നെ സാത്താൻ നോക്കി നിൽക്കുകയാണ്. അതുപോലെ നാം ജനിച്ചു വീണ പുതുതായി സൃഷ്ടിപ്പെട്ട ആ നാൾ തുടങ്ങി, വിശ്വസ്തയിലേക്ക് കടന്നു വന്ന ആ നാൾ തുടങ്ങി ഹല്ലേലൂയ സാത്താൻ നമ്മളെ ഹല്ലേലൂയ പിന്നാലെ നിന്ന് ഹല്ലേലൂയ വട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ഇവനെ ഒതുക്കുവാൻ സകല പാമ്പുകളും തേളുകളെയും സകല ശത്രുവിന്റെ ബലത്തെ നമ്മളിന്ന് ഒരുമിച്ച് ജയം നേടാൻ പോകുക. സ്തോത്രം. കരമടിച്ച് സ്തോത്രം ചെയ്യാട്ടെ. ഓ യെസ്, അവൻ അന്ധകാര ശക്തികൾ ഹല്ലേലൂയ നമ്മളെ സ്പർശിക്കുകയില്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മേൽ നമ്മൾ ഒരുമിച്ച് ജയം നേടുക. സ്തോത്രം. ഇവിടെ കർത്താവ് ജനിച്ചു വീണ ആ സമയത്ത് തന്നെ ഹല്ലേലൂയ അവനുള്ളത് ആവശ്യമായതെല്ലാം ഹല്ലേലൂയ അവിടുത്തെ വിദ്വാൻമാർ മുഖേന അവന് സമർപ്പിക്കുക. അവൻ്റെ കാൽപാദത്തിൽ അവന് വലിയൊരു യാത്രയുണ്ട്. അവൻ്റെ ജനിച്ച നാട്ടിൽ അവന് നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവനൊരു യാത്രയുണ്ട്. അതിനാൽ ആ യാത്രയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ്റെ കാൽ ചുവട്ടിൽ വിദ്വാൻമാർ വെക്കുകയാണ്. പൊന്ന്, വെള്ളി, ഊര്. സ്തോത്രം. പൊന്ന് രാജാവിനെ കാണിക്കുന്നു, ഇവൻ നമ്മുടെ രാജാവാണ്. ഹല്ലേലൂയ. കുന്തിരിക്കം, അവൻ നമ്മുടെ പുരോഹിതനാണ്. ഹല്ലേലൂയ. ഊര്, അവൻ പ്രവാചകനെ കാണിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനുള്ളവനാണ് എന്ന് കാണിക്കുന്നു, നമ്മുടെ രക്ഷകനാണെന്ന് കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കുഞ്ഞായിരിക്കുന്നപ്പോൾ തന്നെ ദൈവം അവന് സകലതും അവൻ്റെ കാൽ ചുവട്ടിൽ ഒരുക്കി വെച്ചു. നമ്മൾ ഇന്ന് സഭയ്ക്കകത്ത് ഹല്ലേലൂയ ദൈവം വെറുതെ ഒന്നും ആക്കി വെക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് അവൻ നൽകി നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. അവൻ്റെ ചെവികൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അവൻ ശക്തനാ, ആകാശത്തെയും ഭൂമിയെയും ഹല്ലേലൂയ നിർമ്മിച്ചവനാ. കരമടിച്ച് വിടുതലെടുത്താട്ടെ, കരമടിച്ച് വിടുതലെടുത്താട്ടെ. അവൻ നമ്മൾ വെറും കൈയോടെ അടുക്കുകയില്ല. ഹല്ലേലൂയ. അവന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് ഈ പ്രഭാതകാലത്തിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലൂടെ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ പിതാവ് ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം.